തൃശൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ബോഗി വേർപെട്ടു. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ബോഗികൾ കൂട്ടിച്ചേർത്ത് ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റി. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ട്രെയിനുകൾ വൈകുന്നു. സൂര്യസജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഈ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ അടക്കമുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചുകൊണ്ട് ഈ ട്രെയിനിന്റെ ബോഗി വേർപെട്ട് മാറുന്നത്. ഈ ട്രെയിനിന്റെ എഞ്ചിനോട് ചേർന്നുള്ള ബോഗി, അത് രണ്ടാമത്തെ ബോഗിയായിരുന്നു ഈ വേർപെട്ട് മാറിയത്. പിന്നീട് അങ്ങോട്ട് ബാക്കി എല്ലാ ബോഗികളും അതോടൊപ്പം തന്നെ രണ്ടായി വേർപെട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയം ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് ഈ ട്രെയിൻ അടുക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത കുറവായിരുന്നു എന്നുള്ളതാണ് ഈ ലോക്കോ പൈലറ്റ് അടക്കം പറയുന്നത്. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവാകുന്ന ഒരു നിലയുണ്ടായത്. ഈ സമയം വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്ന് യാത്രക്കാരും പറയുന്നു. പിന്നീട് 1 മണിക്കൂർ നേരത്തിന് ശേഷമാണ് ഈ 2 ബോഗികളും കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം. പിന്നീട് ട്രെയിൻ ഇപ്പോൾ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ ബോഗി വേർപെടാനുള്ള ഒരു കാരണത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിന്റെ ബോഗി യോജിപ്പിച്ചതിന് ശേഷം അതിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ട്രെയിൻ ഇവിടെ നിന്ന് യാത്ര തുടരുക. ഇതുവരെയും ഈ ട്രെയിനിന്റെ യാത്ര പുനരാരംഭിച്ചിട്ടില്ല. നിലവിൽ ഈ ട്രെയിൻ ഉള്ളത് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷൊർണൂരിൽ നിന്ന് പ്രത്യേക ജീവനക്കാരും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അംഗങ്ങളും എല്ലാം എത്തി 1 മണിക്കൂറിലധികം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ ബോഗികൾ തമ്മിൽ കൂട്ടിച്ചേർത്തത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. ആ അപകടം ഒഴിവായതിന്റെ ആശ്വാസം അത് യാത്രക്കാർക്കും റെയിൽവേ അധികൃതർക്കും ഉൾപ്പെടെ ഉണ്ട്. വേണു, സൂര്യസജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.